നമസ്കാരം. മരണം മുന്നിൽ കണ്ട് ഡൊണാൾഡ് ട്രംപ്. മരിക്കാൻ സമയം കാത്ത ട്രംപ് ഗുരുതരാവസ്ഥയിൽ. 79കാരനായ ട്രംപിന്റെ ബോഡി ഫിറ്റ്നസിൽ ഒരു കള്ളക്കളി നടന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ചങ്കിടിപ്പ് കൂട്ടുന്ന മെഡിക്കൽ വിവാദം പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ആരോഗ്യ പരിശോധനാ റിപ്പോർട്ടിനെ ചൊല്ലി പ്രമുഖ മെഡിക്കൽ വിദഗ്ധർക്കിടയിൽ അടക്കം വലിയ ആശങ്കയും തർക്കവും ഒക്കെ പുകയുകയാണ്. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട റിപ്പോർട്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ് എന്നും പല നിർണായക വിവരങ്ങളും മനഃപൂർവ്വം മറച്ചുവെച്ചതാണ് എന്നും പ്രമുഖ വാസ്കുലർ സർജന്മാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുകയാണ്. ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുവാനാണ് വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നത് എന്നാണ് ഉയർന്ന വലിയ ആക്ഷേപം. കഴിഞ്ഞ ചൊവ്വാഴ്ച വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെന്ററാണ് 79കാരനായ ട്രംപിനെ 6 മാസത്തിലൊരിക്കൽ നടത്തുന്ന പതിവ് ശാരീരിക പരിശോധനയ്ക്ക് വിധേയനാക്കിയത്. പരിശോധനയ്ക്ക് ശേഷം തന്റെ ആരോഗ്യനില പൂർണ്ണമായിട്ടും തൃപ്തികരമാണ് എന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ സാധാരണയായി ഉടൻ തന്നെ പുറത്തുവിടാറുള്ള പരിശോധനാ ഫലം പുറത്തുവിടാൻ വൈറ്റ് ഹൗസ് ഇത്തവണ അസാധാരണമായിട്ടുള്ള വൈകൽ വരുത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കടുത്ത ആശങ്കയ്ക്ക് വഴിവെച്ചു. ട്രംപിന്റെ നില ഗുരുതരമാണ് എന്നും ട്രംപ് ഏത് സമയം വേണമെങ്കിലും മരണത്തോട് അടുക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പൊട്ടിപ്പുറപ്പെട്ടു. പ്രസിഡന്റിന്റെ കൈകളിലെ നീലിച്ച പാടുകളും കണങ്കാലിലെ നീരും വലിയ ചർച്ചകൾക്ക് കാരണമായി. ഇതിനു പുറമെ ട്രംപ് നേരിയ തോതിൽ വിസ്മൃതി ഉൾപ്പെടെയുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും നിലനിന്നു. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് വൈകിയത് ജനങ്ങളിൽ നിന്നൊന്നും മറച്ചുവെക്കുവാൻ വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചീനിയുടെ ഹൃദ്രോഗ വിദഗ്ധനായിരുന്ന ജോനാഥൻ റെയ്നർ ആരോപിച്ചു. വിമർശനങ്ങൾ ശക്തമായതോടെ പരിശോധന കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് വൈറ്റ് ഹൗസ് ഫിസിഷ്യൻ US നേവി ക്യാപ്റ്റൻ സീൻ ബാർബറലെ ഒപ്പിട്ട ഒരേട് മാത്രമുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് പോയി. അതെന്തുകൊണ്ടാണ്? അതിൽ പറഞ്ഞത് പക്ഷേ പ്രസിഡന്റ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും അദ്ദേഹത്തിന്റെ ഹൃദയം, ശ്വാസകോശം, നാഡീവ്യൂഹം എന്നിവ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന കൃത്യമായ മെഡിക്കൽ ഡാറ്റകളോ സ്കാനിംഗ് റിപ്പോർട്ടുകളോ ഇതിനൊപ്പം നൽകിയിട്ടില്ല എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്നതാണ്. റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ ഉയരം 75 ഇഞ്ചും ഭാരം 238 പൗണ്ടുമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് 14 പൗണ്ട് ഭാരം കൂടിയതായിട്ടാണ് ഇത് വ്യക്തമാക്കുന്നത്. രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും സാധാരണ നിലയിലാണ് എന്നും കൊളസ്ട്രോളിനും ഹൃദയാരോഗ്യത്തിനുമായിട്ട് അദ്ദേഹം 2 തരം മരുന്നുകളും ആസ്പിരിനും കഴിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നു. അപ്പോൾ ഈ പ്രായത്തിലുള്ള ഒരാളുടെ ആരോഗ്യ റിപ്പോർട്ട് ഇത്രത്തോളം മികച്ചതാകാൻ വഴിയില്ല എന്നും ഇതൊരു കൃത്രിമ തിരക്കഥയാണ് എന്നുമാണ് ടെക്സാസിലെ പ്രമുഖ വാസ്കുലർ സർജൻ ഡേവിഡ് ഷൂട്ട്സ് പ്രതികരിച്ചത്. അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ 5 മാസം പ്രായ കൂടുതലുണ്ട് ട്രംപിനും. അമേരിക്കൻ നിയമപ്രകാരം പ്രസിഡന്റുമാർ തങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. എങ്കിലും മുൻപ് ജോ ബൈഡന്റെ ആരോഗ്യസ്ഥിതിയെയും മറവിയെയും പരിഹസിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ട്രംപിന് സ്വന്തം ആരോഗ്യ റിപ്പോർട്ട് സുതാര്യമായി പുറത്തുവിടേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് അത് ചെയ്യേണ്ടതല്ലേ? പക്ഷെ കള്ളം മാത്രം പ്രവർത്തിക്കുന്ന ട്രംപ് കള്ളത്തരമല്ലേ കാണിക്കൂ? റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള എക്കോ കാർഡിയോഗ്രാം വിശകലനവും വലിയ വിവാദമായിട്ടുണ്ട്. ട്രംപിന്റെ ഹൃദയത്തിന്റെ പ്രായം യഥാർത്ഥ പ്രായത്തെക്കാൾ 15 വർഷം കുറവാണ് എന്നാണ് AI കണ്ടെത്തിയത്. എന്നാൽ മെഡിക്കൽ രംഗത്ത് രോഗനിർണയത്തിനായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുകയോ വ്യാപകമായി ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഇത്തരം സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചത് റിപ്പോർട്ടിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണ് എന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ കൈകളിൽ തുടർച്ചയായി കാണപ്പെടുന്ന നീലിച്ച പാടുകൾ മറയ്ക്കാൻ അദ്ദേഹം മേക്കപ്പും ബാൻഡേജുകളും ഉപയോഗിക്കാറുണ്ട്. തുടർച്ചയായ ഹസ്തദാനങ്ങൾ കൊണ്ടും രക്തം കട്ടപിടിക്കാതിരിക്കുവാൻ കഴിക്കുന്ന ആസ്പിരിൻ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ കൊണ്ടുമാണ് ഈ പാടുകൾ ഉണ്ടാകുന്നത് എന്നാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണം. കൂടാതെ കാലുകളിലെ രക്തയോട്ടം കുറയുന്ന ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന രോഗം ട്രംപിനുണ്ട് എന്ന് കഴിഞ്ഞ വർഷം സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള കാലിലെ നീരിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെ സാധ്യമായി എന്നതിൽ വ്യക്തതയില്ല. അതേസമയം പുറത്തുവിട്ടതൊരു എക്സിക്യൂട്ടീവ് സമ്മറി മാത്രമാണ് എന്നും അതിൽ എല്ലാ സ്കാൻ വിവരങ്ങളും ഉൾപ്പെടുത്താറില്ല എന്നുമാണ് വൈറ്റ് ഹൗസിന്റെ വാദം. പക്ഷേ ഇതിനകത്ത് വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആരോഗ്യവാനാണ്. പക്ഷേ അകത്തു വച്ചിരിക്കുന്ന വിവരങ്ങളിൽ മരണം മുന്നിൽ കണ്ട് ഡൊണാൾഡ് ട്രംപ് കഴിയുന്നുവെന്നും മരിക്കാൻ സമയം കാത്ത് ഗുരുതരാവസ്ഥയിലാണ് ട്രംപിന്റെ സ്ഥിതിയെന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ.